ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? ഇന്നലെ ഒന്നും ആരും വന്നിട്ടില്ലല്ലേ? എവിടെ ഞങ്ങളെല്ലാവരും പോയി? ആരും കണ്ടില്ല. ഞാൻ ഇന്നലെ വീഡിയോസിലൊന്നും ആരും കുറച്ചാളുണ്ട് ഓരോ പ്രശ്നമായിക്കാണ്ട് നടക്കായിരിക്കൂലേ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഇങ്ങനെ, പിന്നെ കല്യാണം സൽക്കാരം അല്ലേ. പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? കറണ്ട് ഇല്ലട്ടോ പൊന്നു മക്കളെ, കറണ്ട് ഇല്ലായിട്ട് താഴെ പോയി വെള്ളമൊക്കെ കൊടുന്നപ്പോ ഇന്നലെ രാത്രി പോയതാ കറണ്ട്. വൈദ്യുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു പാക്ക് കൊടുത്തിട്ട് പിന്നെ കുട്ടികളിലെ വീടല്ലേ നമ്മള് കൊടുന്നക്കാഞ്ഞാല് പിന്നെ രാത്രിയൊക്കെ ഞാന് ഡൈനിങ് ഹാളിൽ അവര് കത്തിച്ച് വെച്ചുട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ പോയിക്കാണ്ട് പിടിച്ചു കരുതിക്കാണ്ട്. പിന്നെ നമ്മള് റൂമിലാവുമ്പോ ഓരോ ഉറങ്ങിക്കഴിയാണെങ്കിൽ നമുക്ക് സുഖമാണ്. റൂമിലാവുമ്പോ വെച്ചാല് ചിലപ്പോ എവിടെയൊക്കെ കത്തി പിടിച്ചാലും എഴുതിയിട്ട് മക്കളൊക്കെ കടന്നുറങ്ങിയല്ലേ. അപ്പൊ ഞാൻ എന്താട്ടി ഡൈനിങ് ഹാളിൽ വെച്ച് കാണും. ഓരോ ഉറക്കി കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിലാണ് വെച്ചു കേട്ടോ. ഉമ്മ അറിയണ്ട് ഒരു 4:30-5:30 ആയപ്പോഴാണ് അത് കെട്ടത് അറിയണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. എന്താ ചിലവോടത്തും കൂരി ഇട്ടല്ലേ കറണ്ട് ഇല്ലായിട്ട്. നല്ല മഴയൊക്കെ പെയ്തുകാണ്ട് കറണ്ടൊക്കെ പോയിട്ടോ. പേടിയാ മക്കളെ. ഒന്നാമത് നമുക്ക് ചാനലും കാര്യമൊക്കെ അല്ലോണ്ട് ബേബികളൊക്കെ എല്ലാവരും അറിയണമല്ലേ. ഓരോ കേസ് കേട്ടില്ലേ? നമ്മളെ ദിയമോളെ കേസ് തന്നെ കണ്ടില്ലേ? അമ്മാന്റെ അരികത്തുനിന്ന് പോയി അല്ലേ. 10 വർഷമായി. വീഡിയോസൊക്കെ ഞാനും കാണലുണ്ട് കേട്ടോ. അവരെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. ഇതുവരെ ഞാൻ അതിനൊരു പ്രതികരിച്ച് വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. എന്താ വെച്ചാല് ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ട് ബേബിയാള്. അപ്പൊ ആ ഉമ്മാന്റെ വിഷമം ശരിക്കും അറിയാട്ടോ, നന്നായിട്ട് അറിയാം. ഞാനും ഉമ്മന്നല്ലേ. പിന്നെന്താ വീഡിയോസ് ചെയ്യാത്ത ചോദിച്ചാല് ഇതിനെ പറ്റിക്കാണ്ട് ചിലപ്പോ വേറെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല മക്കളെ. നമുക്ക് പേടിയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാനൊരു പേടി. അതൊക്കെയാണ്. ഇതിപ്പോ കുട്ടികളെ കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ചിലപ്പോ അതൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ നമ്മളും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചടി വരിക എന്ന് പറയാൻ പറ്റൂലല്ലോ. ഒന്നിനും കഴിയാത്ത ആളുകൾ നമ്മളൊക്കെ. എന്തായാലും കുത്തി മുറിച്ച് പൊടിച്ചതായിരിക്കൂലേ. രാവിലത്തെ പുട്ടാട്ടോ, അത് ഇത്തിരി ബാക്കിയുണ്ട്. ബാക്കി പറഞ്ഞാൽ 2 കഷ്ണം ഞാൻ ഏറെ ഇട്ടത് തന്നെ കേട്ടോ മക്കളെ. അതെന്താ വെച്ചാല് വൈകുന്നേരം ഒരു ചായക്കടി ഉണ്ടാക്കാനാട്ടോ, ഒരു റെസിപ്പി ഉണ്ടാക്കാനാ. അത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് കരുതിക്കാണ്ട് ഇന്നിപ്പോ ലേസം ബാക്കിയുണ്ട്. ഇത് ചായ അടിച്ചിട്ടില്ല. ഒരു പുട്ടാവുമ്പോ എന്താന്നോ കറി എന്തെങ്കിലുമൊക്കെ വേണം. അപ്പൊ അത് കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാന് മൈസൂർ പഴമാണ് കൊടുന്നിട്ടോ. ഇവർക്കൊക്കെ മൈസൂർ പഴം ഇഷ്ടമാണ്. അപ്പൊ ഓന് ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചുകാണ്ട് പോയിട്ടോ. അപ്പൊ ഈ പുട്ട് ബാക്കിയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു കഷ്ണം കൂടി ഏറെ ഉണ്ടാക്കി വെച്ചുട്ടോ. അപ്പൊ പുട്ടൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം മക്കളെ കാടിക്ക് കളയരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കോണ്ടി നമ്മളെ മക്കൾക്ക്. ചിലവർക്കൊക്കെ അറിയാട്ടോ ഉണ്ടാക്കാന്. എന്താ വെച്ചാല് നല്ല ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കും കൂടി മനസ്സിലാവില്ല അതെന്താ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അതിന്റെ ഒരു റെസിപ്പി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ വീട്ടില് ഇനി ഇതിനായിട്ട് പുട്ട് ചിലപ്പോ ഞാനൊക്കെ കാട്ടുന്ന മാതിരി കാട്ടിക്കൊണ്ട് രാവിലെ പുട്ട് ഉണ്ടാക്കുമ്പോ 2 കഷ്ണം ഏറെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് അത് എടുത്ത് വെക്കാലോ നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ കളിയും ചെയ്യരുത് കേട്ടോ. ഒരുപാട് ആളുകൾ അങ്ങനെ കളി ഉണ്ടാവും. ഇതൊന്നും അറിയാത്തവര്. ആ പുട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുട്ടോ. പൊടിച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ലേസം പഞ്ചസാര ഇടണം കേട്ടോ. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്നാണ് പഞ്ചസാര പാകത്തിന് ഇട്ടാൽ മതി. എല്ലാവർക്കും ഒന്നും വല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടമല്ലോ. പഞ്ചസാരയൊക്കെ നല്ല ഇഷ്ടമല്ലേ. ടീസ്പൂൺ കൊണ്ട് ആക്കണ്ട. നമ്മൾ കൈ കഴുകിക്കാണ്ട് നന്നായിട്ടൊന്നാണ് ഇളക്കി എടുത്താൽ മതി കേട്ടോ. കണ്ടോ നന്നായിട്ട് ഇളക്കി എടുത്തു. ഇനി എന്താ ചെയ്യാച്ചാല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഏലക്കൊക്കെ പൊടിച്ചിടാം കേട്ടോ. ഏലക്കൊക്കെ പൊടിച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ മക്കൾക്ക് പറ്റൂല. ഞങ്ങളോട് പറയാം ഏലക്കായ ഒന്നും വല്ലാതെ ഇട്ടാ അവർക്ക് ഭയങ്കര കുത്തലാന്ന് പറഞ്ഞാണ്ട് ഇഷ്ടല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് അരച്ചിട്ടെടുക്കുമ്പോ അതില് അതിന്റെ ഒരു ചുവ വരുമല്ലോ. മറ്റേ ഏലക്കായൊക്കെ ഋതുവിന് കണ്ടാൽ ഇത് വേണ്ടമ്മ ഒരു കുത്തലാണ് പറയും. അപ്പൊ അങ്ങനെ ചുവ വന്നാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ചെറിയ നമ്മള് തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് തേങ്ങാപ്പാൽ ഉണ്ടാവുമല്ലോ അതില് ചേർക്കുമ്പോട്ടോ. ഒരു തുള്ളി നെയ്യാട്ടോ. ഈ 2-3-4 കുപ്പി നമുക്ക് അന്ന് നോൽബിന് കിട്ടിയതായിരുന്നു കേട്ടോ. 3-4 കിറ്റിലാണ്. ചെറിയ കുപ്പികളാണ്. അപ്പൊ അതൊന്നും ഞാൻ അങ്ങനെ വല്ലാതെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കലൊന്നും ഇല്ലല്ലോ. ഉണ്ടാക്കുമ്പോ കാണിക്കാന്ന് കരുതിയാണ്ട്. അപ്പൊ തുള്ളി നെയ്യ് ഒറ്റിച്ചോളി കേട്ടോ. ഇനി നെയ്യില്ലെങ്കിൽ വേണ്ട മക്കളിന്റെ തില്ലോണ്ടാണ് ഞാൻ ഒറ്റിച്ചത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും ഉണ്ടാക്കിയാൽ മതി. പണ്ട് കാലങ്ങളൊക്കെ അപ്പൊ നമുക്ക് നെയ്യ് ഉണ്ടായിരുന്നു അല്ലെ, ഓയിലല്ലേ. എന്നിട്ട് വലിയ ഉള്ളി കേട്ടോ. വലിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അമ്മ അങ്ങോട്ട് പോന്നോളൂ. ഇമ്മ അങ്ങോട്ട് പോരട്ടെ. ഉമ്മാനെ എപ്പോഴെല്ലാരും ചോദിക്കണം ഉമ്മ ഈ നേരത്തെ ചോറുന്നത് കേട്ടോ. മിന്നു വരുന്നുണ്ട്. മിന്നു ആ ട്രൈപോഡ് പൊട്ടിച്ചിട്ടോ മക്കളെ. പൊന്നു മക്കളെ ഇതിലൊക്കെ എത്ര ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ ഞാൻ പൊട്ടിച്ചു. അല്ലാത്തത് ഇതൊരു കരികിടേച്ച് മനസ്സിലായി.
മനസ്സിലായി. 350 നമ്മൾ പടുത്ത് വാങ്ങിച്ചില്ലേ, വെറുതെ കേട്ടോ മക്കളെ ഇത് വാങ്ങണ്ട. എല്ലാവരും ഇതിന്റെ നേരെ മേലുള്ള 400 ഞാൻ ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് വാങ്ങിയിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ട്. ഈ റൗണ്ട് ഒന്നുമില്ല, പക്ഷെ നല്ല സ്റ്റിക്കായിരുന്നു കേട്ടോ. നമ്മള് ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല വൃത്തിയിൽ പോയിരുന്നു. അതൊരുപാട് കാലം ഉപയോഗിച്ചിട്ടോ. 100 രൂപ കൊടുത്തിട്ടുള്ളൂ. ഇതിപ്പോ അടുത്ത് നമ്മൾ ഓൺലൈനിൽ എത്തിച്ചില്ല ആ സാധനം. വല്ലുള്ളി കേട്ടോ നല്ലോണം കഴുകിയിട്ടുണ്ട്. കുറെ വല്ലുള്ളി എടുക്കണ്ട കേട്ടോ, ലേസം മതി. ചെറുതാക്കി കണ്ട് ഇതൊന്ന് നുറുക്കി എടുക്കാം നമുക്ക് കേട്ടോ. നോക്കിയിട്ട് നന്നായിട്ട് ചെറിയതാക്കി കൊണ്ട് കേട്ടോ. കുട്ടികൾക്ക് വല്ലാതെ മനസ്സിലാകണ്ട, ചിലർക്ക് വല്ല ഇതുണ്ടാവും. നമുക്ക് ഉള്ളി ഒന്ന് നല്ലോണം നമ്മൾ മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞത് മക്കൾ ഇതുവരെ ആ സ്റ്റിക്ക് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതിലൊന്നും ഉറ്റിച്ചിട്ടില്ല. നമ്മൾ രണ്ടാണ് നെയ്യ് ഇട്ടിട്ട്, നെയ്യില്ലാത്തപോലെ ഓയിൽ ഇട്ടിട്ടോളി. പിന്നെ വല്ലുള്ളിന്റെ ചെറിയൊരു കണ്ടം, പിന്നെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അണ്ടിമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇടുട്ടോ, നല്ല ടേസ്റ്റാണ്. ഉള്ളി ഏലക്കാപ്പൊടിയും അണ്ടിമുന്തിരി ചീക്കൊക്കെ മൂപ്പിച്ചാലൊക്കെ. നമ്മുടെ അടുത്ത് അതൊന്നും ഉണ്ടാവില്ല, നമ്മൾ സാധാരണക്കാരല്ലേ. നന്നായിട്ടൊന്നും ഒരു ബ്രൗൺ കളറാവട്ടെ കേട്ടോ മക്കളെ. ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ബ്രൗൺ കളറായിട്ട്. ഈച്ച മക്കളെങ്ങളോടെ കണ്ട് ഈച്ചനെ കോടി തൊയ്യം കിട്ടും. ഞാൻ കരുതി ഇവിടെ തന്നെ ഉള്ളു ഈച്ച. കുറെ ഡെറ്റോൾ എടുത്തുകൊണ്ട് കുറെ തുടച്ചൊക്കെ ഇവിടെ ഈച്ച പോണു. അപ്പൊ ഇതിലും വലിയ വീടിനൊരു വിളിച്ചപ്പോ പറയുന്നുണ്ട് ആ പൊന്നു മഴ ഈച്ചന്റെ കാലാണ്, അതാണ് അറിയുന്നത്. അപ്പൊ ഇതൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് മെല്ലെ കാണിച്ചു തരട്ടോ ഞങ്ങൾക്ക്. അതാ പോണു കാലം ഇവിടെ വെച്ചിക്കുക. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ചാലിട്ടിയെ അതെയോ അങ്ങനെ മക്കളെ ആ കാപ്പ് അവിടെ പിടിച്ച് കെട്ടിട്ടിട്ടാണ്. ഞാനിത് എടുത്തപ്പോ കൊടുത്തത് കാട് തരാക്കോ മണ്ടി ചെന്ന് പിടിച്ചപ്പോ അതവിടെ കെട്ടിട്ടിട്ടില്ല. അപ്പൊ ഉള്ളി മൂത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീഫ് ഇടാട്ടോ. ചെറിയ പണിയുള്ളൂ, വലിയ അടങ്ങാറ് പിടിച്ച പണിയൊന്നുമില്ല. പുട്ട് ബാക്കിയാക്കിക്കാണ്ട് കാടിയിട്ടിട്ട് കളയേണ്ട മക്കളെ. നമ്മളെ മക്കൾ തിന്നും. ഇങ്ങനെയൊക്കെ റെസിപ്പി ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാട്ടോ. നമുക്ക് ഒന്ന് വറുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്നൊന്ന് വറുക്കട്ടെ കേട്ടോ. അപ്പൊ എന്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു നമ്മളെ ജുനൈദ് നമ്പിലത്ത് പറഞ്ഞാണ്ട് ഒരു യൂട്യൂബർ ഉണ്ടല്ലോ. അവര് ഒരുപാട് ആ കുട്ടിക്കും വേണ്ടി കണ്ട് ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആ തമ്പനെ വെച്ച് ചെയ്യാൻ നല്ല പൂതിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് പേടിയാണ്. നമുക്ക് എല്ലാരെ പോലെയല്ലല്ലോ നമ്മള് ഒരു പ്രതികരിക്കാൻ പറഞ്ഞാല് ആ ഇക്കാന്റെ വീഡിയോസ് എല്ലാം ഞാൻ മിസ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. സത്യം ഞാൻ 2 മണിക്കൊക്കെയാണ് അവർ വീഡിയോസ് കാണല്. എല്ലാ വീഡിയോസും ഞാൻ കാണലുണ്ടാവരുത് കേട്ടോ. 2 മണിക്ക് ആർക്കും അറിയാം. എനിക്ക് അല്ലാതെ തന്നെ നേരം ഉൾക്കോളം ഉറക്കില്ല പോത്തോ. എന്നിട്ട് നേരെ ഒന്നാമത് ഈ കുട്ടികളെ കരച്ചിലൊക്കെ പാടായിട്ട് അങ്ങോട്ട് ഒന്നുമില്ല, നേരം ഉറങ്ങിക്കൂടെ ആരും. അപ്പോൾ ആ നേരം ഞാൻ എന്താ ആ വീഡിയോസ് കാണുമായിരിക്കും കേട്ടോ. അവരെ വീഡിയോസ് എനിക്ക് 35-40 മിനിറ്റ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാനത് സ്കിപ്പ് അടിച്ചാതെ മുഴുവനും കാണലുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ കുട്ടിനെ പോലെയാണ് അല്ലേ. എൻ്റെ ഒരു കുട്ടി പോയാൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടോ. ഞാൻ എന്നിട്ട് ഇന്നലെ കരഞ്ഞു പോയി മക്കളെ. എന്താ വെച്ചാൽ 2 ബേബിയാള്, ട്വിൻസ് ബേബി ഉണ്ട് എനിക്കില്ലേ. 2 ബേബിയാളുണ്ട്. ഞാനിങ്ങനെ അത് വീഡിയോസ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഭയങ്കര ഒരു വെപ്രാളാണ്. ഒന്നാമത് നമ്മളെ സാഹചര്യം, പിന്നെ ഈ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ. നമുക്കൊന്നിനും കഴിയില്ല. അങ്ങനെയൊക്കെ കരുതിക്കാണ്ട് ഈ കുട്ടീനെ കൊണ്ടുപോയി അവരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാവുമല്ലോ. ഒക്കെ ഇങ്ങനെ ഒരു പേടി. അവർ പറയുന്നത് കറക്റ്റാണ്. നമ്മളെ കുട്ടിയാണ് പോയതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ തപ്പു മിന്നു ഇവിടെയും കിടക്കും, പൊന്നും ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു റബ്ബേ, ഒന്ന് പോയി കഴിഞ്ഞാൽ 2 ഉണ്ട്. പാൽ കുടിക്കുന്ന കുട്ടികളാണ്. 2-ൽ 1 ആ കുട്ടീൻ്റെ അതേ റേറ്റിൽ വരികയാണ്. 1 വയസ്സും 3 മാസമൊക്കെ ആവാനായി. 5-ാം മാസം 1 വയസ്സ് 5 മാസം ആയിരുന്നാ പോയത് അറിയണ്ട അമ്മ. അപ്പോൾ ഒന്ന് മിസ്സായി കഴിഞ്ഞാലും നമുക്ക് കഴിയില്ല. 10 ഉണ്ടായാലും നമുക്ക് ഒന്ന് പോയാലേ ആ ഒരു വേദന എന്ന് പറയാം. ആ ഉമ്മ പറയുന്ന കറക്റ്റല്ലേ. മരിച്ചു പോയെങ്കിൽ നമുക്ക് സമാധാനിക്കാം. എൻ്റെ കുട്ടി മരിച്ചു പോയതാ റബ്ബേ, അതിന് വേണ്ടി ദുആ ചെയ്യാം നമുക്ക് അല്ലേ. മരിക്കാതെ ഈ കുട്ടി എവിടെ ആ ഒരു ഉമ്മ നീറി മരിക്കാന്ന് പറയുമ്പോ ഒരു മരണം തന്നെയാണ് ആ ഉമ്മാൻ്റെ അല്ലേ. ഒരു നീറി മരിക്കണ പോലെയാണ് അത് ജീവിക്കണത്. എനിക്ക് ഭയങ്കര ഇറങ്ങാറ് കേട്ടോ. ഞാൻ റിതുവിനോടൊക്കെ എപ്പോഴും പറയും നമുക്ക് അതിനെ പറ്റിയൊരു വീഡിയോസ് ചെയ്യാം. നജീബൊക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാവരും ചെയ്യുക വീഡിയോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ പറയും. നമ്മളൊക്കെ യൂട്യൂബിലുണ്ട്. സാധാരണക്കാരാണ്. നമുക്ക് പേടിയാണ്. ആരും എങ്ങനെയും നമ്മളെ പ്രതികരിക്കും നമ്മളോട്.
പിന്നെ ഒന്നാമത് കുഞ്ഞു കുഞ്ഞു മക്കളാണ്. നമുക്ക് തിരിച്ചടി എങ്ങനെ വരിക അറിയില്ല. നമുക്കതിന് പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. മാക്സിമം നമുക്കും കണ്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ പറയാനില്ലേ. നിങ്ങൾ ഇക്ക പറയുന്നുണ്ട് എന്താ നമുക്ക് ഒന്നും കഴിയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് കമന്റില്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല നമുക്കും കഴിയും പ്രതികരിക്കാന്. അങ്ങനെ പറയണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസിൽ പറയും. നിങ്ങളെ വീഡിയോസിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളി ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താ പറയേണ്ടത് എനിക്കറിയാം. ഭയങ്കര ഞാൻ കരയിലുണ്ട്. ഈ യൂട്യൂബില് ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ 1 വർഷമൊക്കെ ആവുന്നുള്ളൂ അല്ലേ. ഒരു 7 മാസമൊക്കെ ആയിട്ടുള്ളൂ. അതിന്റെ മുന്നേ ഞാൻ ആ കുട്ടി പോയി അന്നേ ഞാൻ കാണൽ തുടങ്ങുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ല കുട്ടിയാണ്. ഇഷ്ടമല്ല അന്നേ ഒരു വെപ്രാളം പിടിച്ച പോലെയായിരുന്നു എനിക്ക് ആ കുട്ടി പോയ. നമുക്ക് നമ്മളെ കുട്ടി പോണ പോലെയല്ലേ, നമ്മളെ കുട്ടി പോണ പോലെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കലുണ്ട്. പിന്നെ ഇപ്പൊ യൂട്യൂബിക്ക് വന്നിട്ട് പിന്നെ അതൊന്നും മറന്നൂലേ. എല്ലാവരും ഉമ്മ മറന്നിട്ടുണ്ടാവില്ല. എല്ലാവർക്കും മറക്കാം. ഉമ്മാക്കും ഉപ്പാക്കും അത് മരണം വരെ അവർക്ക് മറക്കാൻ കഴിയില്ല. അതിനെപ്പറ്റി വീഡിയോസ് ഒരാൾ ചെയ്യണമൊക്കെ ഞാൻ കണ്ടു. എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ പോലെ കേട്ടോ. മാക്സിമം വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കലുണ്ട്. അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട് മറന്നത് നിങ്ങൾ വെറുതെ ഓർമ്മപ്പെടുത്തുകയാണ് ആ ഉമ്മാനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു വെറുമ്പാട്ടാണ്. ആ ഉമ്മയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. സ്വന്തം നമ്മളൊക്കെ ഉമ്മമാരല്ലേ. ഇതിൽ കുറെ ഉമ്മമാരൊക്കെ ഉണ്ട്. എനിക്കറിയാം മറക്കൂല നമ്മളില്ലേ. ഒന്ന് കുറവായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ മറന്നു. നമുക്കൊക്കെ മറക്കാം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഞാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോ ഒക്കെ പറഞ്ഞു. ആ ഉമ്മയും ഉപ്പയും അതൊന്നും മറക്കൂല. ആ ഉമ്മ മറന്നു ഒരിക്കലും മറക്കൂല. 10 മാസം ചുമന്ന് പ്രസവിച്ച് അത് 1.5 വയസ്സ് വരെ പാലൂട്ടി. എന്നിട്ട് ആ പാല് കൂടി നിർത്തണീന്റെ മുന്നെടുത്ത് കൊണ്ടുപോകുമ്പോ ആ ഉമ്മ അനുഭവിച്ച വേദന. അതിന്റെ മുന്നേ കൊണ്ടായാലും ഇനി പാലുടി നിർത്തി കൊണ്ടായാലൊക്കെ അല്ലേ. പാലുടി നിർത്താതെ പോകുമ്പോ ആ ഉമ്മ വേറൊരു വേദനയും കൂടി അനുഭവിക്കണില്ലേ. എനിക്ക് പറയുമ്പോ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. കണ്ണ് നിറഞ്ഞു പോകും. അതിനെപ്പറ്റി വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എനിക്കൊരു പേടി. എന്തൊക്കെ നല്ല വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണലുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമൊക്കെ തപ്പി. നമുക്ക് അതിനെ പറ്റി വല്ല ഐഡിയകളൊന്നും ഇല്ലല്ലോ മക്കളെ. അപ്പൊ അതാക്ക് നമ്മളെ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ. ഒന്ന് ചെയ്ത് നോക്കോണ്ടിട്ടോ. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് പറഞ്ഞാൽ ഈ നമ്മളെ പുട്ടിലുണ്ടാവുന്ന തേങ്ങയും പഞ്ചസാരയും പിന്നെ ഇച്ചിരി നെയ്യിൽ നമ്മള് ഉള്ളി വറുത്തിട്ടില്ലേ എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യണ ആ ഒരു വറുത്ത് വരുന്ന ഒരു സ്വാദുണ്ടല്ലോ. ആ സ്മെല്ല് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നെയ്യൊന്നുമില്ലേ ഓയിലുണ്ടാക്കിയാൽ മതി. ഞാൻ ഓയിലൊക്കെ ഉണ്ടാക്കല് കേട്ടോ. അപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കട്ടൻ ചായ കരണ്ടില്ലായിട്ട് വെള്ളമില്ലായിട്ട് മക്കളെ ഞങ്ങൾക്ക് എത്തി കിട്ടും. കാക്കു കുറെ കൊണ്ടുവന്നു, ഞാൻ കുറെ കൊടുന്നു. പിന്നെ ഇനിയിപ്പം കറണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇപ്പൊ വന്ന് മോട്ടർ ഇട്ട് നോക്കുമ്പോൾ വെള്ളം കയറുന്നില്ല. അപ്പൊ എന്താ വോൾട്ടേജ് ഇല്ലായിട്ട് പോരുന്ന മോട്ടറല്ലേ. പഴയ മോട്ടർ ഞങ്ങളോട് പറഞ്ഞില്ല. 16 വർഷമൊക്കെ അതിനെ കെട്ടിക്കൊണ്ട് അന്നത്തെ മുത്തച്ഛൻ തന്ന മോട്ടറാണ്. അപ്പൊ അതൊന്നും വല്ലാതെ അങ്ങോട്ട് കയറൂല. നല്ല വോൾട്ടേജ് വേണം. പിന്നെ നമ്മളെ പൊന്നും കൂടെ ഇതാക്കണം. പൊന്നും കൂടെ അല്ലോണ്ട് അങ്ങനെ പോകണം. എന്റെ തറവാട് കൊട ആട്ടന്റെ കുടിയത്തെ കൊടാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. എന്താ മക്കളെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത, പിന്നെ ഷെയർ ചെയ്യണില്ല അല്ലേ. മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്തേരിട്ടോ. അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. നമ്മളെ ദിയമോളെ കിട്ടാനും വേണ്ടി കണ്ട് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാലേ. എല്ലാവർക്കും എല്ലാവരും ദുആ ചെയ്യോണ്ട് ആ കുട്ടിനെ പെട്ടെന്ന് കിട്ടാന്. പിന്നെ ഇതൊക്കെ പറയുന്ന പോലെ എല്ലാവരും കൂടി പ്രതികരിക്കുമ്പോ എല്ലാവരും അധികാരികളൊക്കെ കണ്ണു തുറക്കും. മാളത്തിൽ ഇരിക്കണവരൊക്കെ പുറത്ത് ചാടും അല്ലേ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തും ഒക്കെ ആ കുട്ടിനെ കിട്ടിയെന്നുള്ള വാർത്ത കിട്ടട്ടെ. നമ്മളെ ഒരു മകളായിട്ട് തന്നെ പറയണത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമല്ലേ കാണാൻ. കാരണം എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട്. അത് രാത്രിയാണ്. എനിക്ക് എന്നിട്ട് പേടിയാണ്. നമ്മളെ കുട്ടികൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാ. പേഴ്സണലായി വിളിക്കണവരുണ്ട് കേട്ടോ. വിളിക്കണവരുണ്ട്, എനിക്ക് വിളിച്ച് പറയണവരുണ്ട്. പക്ഷെ ആ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. യൂട്യൂബില്ലതാണ്. നിന്റെ കുട്ടികൾ, നിന്റെ സാഹചര്യങ്ങൾ എല്ലാം മുതലെടുക്കും കേട്ടോ. കുട്ടികളെ ശ്രദ്ധിക്കണേ. കുഞ്ഞു പൈതലങ്ങളാണ്. മുന്നിലൊന്നും വെച്ചുകൊണ്ട് പോവരുത്. എവിടെയും പോവരുത്. ക്ലാസ് എടുക്കാനും കൂടി പോവരുത്. അത് കണ്ടിട്ട് പറയാറേ. ശരിയാണ്. നമ്മളെ കണ്ണൊന്നങ്ങനെ അടഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ എവിടെ പോണു, എപ്പോഴാ പോണു, എങ്ങനെ പോണു, നമ്മൾ കയ്യിന്ന് വിട്ട് പോയാൽ കിട്ടൂല മക്കളെ. പേടിച്ചിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാ കാര്യവും. നമ്മൾ യൂട്യൂബില് നമ്മളെ ഹിസ്റ്ററികൾ കംപ്ലീറ്റ് അറിയണോണ്ടേ. എന്നാലും നമുക്കല്ലേ പടച്ചോന്റെ കാവല്
പഠിച്ചവന്റെ കാവല് നല്ലോണ്ടോ, എല്ലാവർക്കും ദുആ ചെയ്യാം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ അധികം വലിച്ചു നീട്ടില്ല. താത്ത വലിച്ചു നീട്ടണെന്ന് അറിയണ്ട. പുതിയ വീഡിയോ ഒക്കെ ആയി കാണാം. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യോണ്ടി.